സഞ്ജീവ്, ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ ഈ കൈരളിയിൽ കോട്ടയത്ത് റിപ്പോർട്ടറായിരുന്ന അവസരത്തിൽ അപ്പോൾ ഇപ്പോഴും അന്ന് മുതൽ ഞങ്ങൾ കാണുന്ന ഒരു കാര്യമാണ്, ഈ കോട്ടയം ടൗണിൽ ഒരു റൗണ്ടുണ്ട്, അതായത് ആകാശപാത എന്ന് പറയുന്നത്. അതെന്തിനാണ്, അതായത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നത്. അതെന്തായിരുന്നു എന്നുള്ളത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിച്ചാലും അറിയില്ല, ആർക്കും അറിയില്ല. ഇപ്പോഴും അതൊരു ഈ തുഗ്ലക്ക് പരിഷ്കാരത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി അവിടെ നിൽക്കുന്നുണ്ട്. അതായിരുന്നു അവരുടെ എല്ലാം ഒരു കാഴ്ചപ്പാടെന്ന് അത് ഞാൻ എടുത്ത് പറഞ്ഞതേ. പിന്നീട് നേരത്തെ ഈ റിവേഴ്സ് മൈഗ്രേഷൻ്റെ കാര്യം അടക്കം പറഞ്ഞപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ ജ്വാല പുരസ്കാര വേദിയിൽ മന്ത്രി പി രാജീവ് ചൂണ്ടിക്കാട്ടിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് റിവേഴ്സ് മൈഗ്രേഷൻ്റെ കാര്യമാണ്. 40,000 പേരാണ് വൻകിട കമ്പനികളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ത്യയിലാണ് ഈ സ്കാനിങ് MRI സ്കാനിങ് ഉണ്ടാക്കുന്ന രണ്ട് കമ്പനികളാണ്, ഒന്ന് ഫിലിപ്സും ഒന്ന് GEയും. അതിൽ GEയുടെ ഈ MRI സ്കാൻ കേരളത്തിലാണ് മെഷീൻ ഉണ്ടാക്കുന്നതെന്ന വലിയൊരു അറിവ് ഞങ്ങളെല്ലാം കേട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കേരളം എല്ലാ തരത്തിലും ഉന്നതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ എടുത്ത് പറയേണ്ടതാണ്, കഴിഞ്ഞ ദിവസം സതീശൻ പറഞ്ഞ് കേരളത്തിൽ ഒന്നാമതെത്തിക്കാൻ പോവുകയാണ്. ഏത് മേഖലയിലാണ് സതീശൻ കേരളത്തെ ഒന്നാമതെത്തിക്കുക എന്നുള്ള ചോദ്യം ഗോവിന്ദൻ മാസ്റ്റർ അടക്കം ചോദിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ, വികസനത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ലാതിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നുണകൾ, ഈ തുഗ്ലക്ക് പരാമർശങ്ങൾ നടത്തി കേരള ജനതയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ നേതാക്കൾ. അത് കനകോലുവിൻ്റെ ഒരു സ്ട്രാറ്റജി, വർക്കൗട്ട് ആകാത്ത സ്ട്രാറ്റജി എന്ന് പറയേണ്ടി വരുന്നു. നുണ വല്ലാത്ത വിധത്തിൽ പ്രചരിപ്പിക്കപ്പെടാൻ വേണ്ടി കോൺഗ്രസ് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എത്രത്തോളം നുണയാണ് VD സതീശൻ ഓരോ ദിവസവും പറയുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഓരോ ദിവസവും കല്ലുവെച്ച നുണകളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നുണകൾ എത്രത്തോളം പ്രചരിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം പ്രചരിപ്പിക്കാൻ ഇപ്പോൾ VD സതീശനും സംഘവും തയ്യാറാവുകയാണ്. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് KK ശൈലജ ടീച്ചർ നടത്തിയൊരു പരാമർശത്തെ ഏറ്റവും ഹീനമായാണ് കോൺഗ്രസ് സൈബർ ഗുണ്ടകൾ, പ്രത്യേകിച്ച് ആ പാലക്കാട്ടുള്ള ഒരു കക്ഷിയുണ്ടല്ലോ, ഇവരുടെ പൊന്നോമന പുത്രൻ, അയാൾ ഉൾപ്പെടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ ഒന്നും പേരൊന്നും പറയുന്നില്ല, വെറുതെ വായിച്ച് തേക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രത്തോളം ഹീനമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ള ആളുകൾ ഒക്കെ ശൈലജ ടീച്ചറെ പോലുള്ള ആളുകളെ വിമർശിക്കുന്നത് നമ്മൾ കണ്ടു. എന്തായിരുന്നു ആ വിമർശനം? തൊഴിലുറപ്പ് പദ്ധതി ഇടതുപക്ഷത്തിൻ്റെ UPA സർക്കാരിന് മേലുള്ള സമ്മർദ്ദത്തിൻ്റെ മുകളിൽ രൂപീകരിച്ചെടുത്തതാണ്, അത് ഇടതുപക്ഷത്തിൻ്റെ കൂടി അഭിപ്രായത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വന്നതാണെന്ന് പറഞ്ഞ ആ പരാമർശത്തെ ഇവർ എത്രത്തോളം വൈകൃതമായാണ് കൈകാര്യം ചെയ്തത് നോക്കൂ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. UPA സർക്കാരിൻ്റെ കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായാണ് ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് വെച്ചത്. ആ തൊഴിലുറപ്പ് പദ്ധതിയെ റദ്ദാക്കിക്കൊണ്ട് ഇടപെടൽ നടത്തുന്ന ഇപ്പോൾ നിയമം കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസം പോയത്. ആ സമരത്തിൻ്റെ ഇടയിലും യാത്ര നടത്തേണ്ട തിരക്കിലായിരുന്നു VD സതീശൻ. അപ്പോൾ യഥാർത്ഥത്തിൽ സംഘപരിവാറിനെതിരെയോ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന സംഘപരിവാർ സർക്കാരിനെതിരെയോ യാതൊരുവിധ വിമർശനവും നടത്താൻ ഇദ്ദേഹത്തിനില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷ സർക്കാരിനെതിരെ നിരന്തരമായി നുണ പ്രചരിപ്പിക്കാനും ആ നുണയെ വീണ്ടും വീണ്ടും ആവർത്തിക്കാനുമാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നുണ എത്രത്തോളം വന്നു കഴിഞ്ഞു നമുക്കറിയാം. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെ, മന്ത്രിമാർക്കെതിരെ എന്തൊക്കെ വിധത്തിലാണ് അദ്ദേഹം നുണ പറഞ്ഞുകൊണ്ടിരുന്നത്, എത്രത്തോളം വികൃതമായാണ് അദ്ദേഹം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം നുണ പറഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടോ എന്നുള്ളത് പോലും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ അത്രത്തോളം നുണ പറഞ്ഞുകൊണ്ട് ഒരാൾ ഇടപെടുകയാണ്. ഇപ്പോൾ കനകോലു 58 കോടി രൂപയൊക്കെ വാങ്ങി ഇവിടെ പ്രവർത്തനം നടത്തുന്നു. 58 കോടി രൂപ വെള്ളത്തിലായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ശക്തമായിട്ടുള്ള നിലയിൽ LDF വീണ്ടും അധികാരത്തിലെത്താൻ കഴിയുന്ന വിധത്തിലേക്കുള്ള ജനപിന്തുണയാണ് ആർജിച്ച് വന്നിരിക്കുന്നത്. അത് ജനങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സഞ്ജീവ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കനകോലുവിൻ്റെ വിഷയം മാറിപ്പോകുന്നത് അല്ലെങ്കിൽ പോലും കനകോലു കണ്ടെത്തിയ സർവേകളിലൊന്ന് കേരളത്തിൽ UDFന് വൻ തിരിച്ചടി ഏൽക്കുമെന്നുള്ളതാണ്. 58 കോടി രൂപയാണ് ചെലവഴിച്ചത്. അത് കഴിഞ്ഞ തവണ സ്വരാജ്, കഴിഞ്ഞ ഈ LDFൻ്റെ വികസന മുന്നേറ്റ ജാഥയുമായി ബന്ധപ്പെട്ട് കൊല്ലത്താണെന്ന് തോന്നുന്നു പറഞ്ഞത്. ഈ 58 കോടി രൂപ കോൺഗ്രസ് ചെലവഴിക്കേണ്ടിയിരുന്നില്ല. അത് കേരളത്തിലെ ഒരു പിഞ്ചു കുഞ്ഞിന് പോലും അറിയാവുന്നതാണ്. 5 പൈസ ചെലവില്ലാതെ പറയാൻ കഴിയുന്ന കാര്യമാണ് UDFൻ്റെ അടിത്തറ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളത്. ഇങ്ങനെയുള്ള തുഗ്ലക്കുമാരാണെങ്കിൽ എങ്ങനെ നഷ്ടപ്പെടാതിരിക്കും, എങ്ങനെ വിശ്വസിക്കും കേരളത്തിലെ ജനത ഈ പാർട്ടിയെ, ഈ മുന്നണി സംവിധാനത്തെ? നോക്കൂ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ബദലായിരിക്കണം നമുക്കെപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൽ മാനിഫെസ്റ്റോയിൽ നൽകാൻ കഴിയേണ്ടത്. മാനിഫെസ്റ്റോയിൽ കൊടുക്കുന്നതൊക്കെയും നടപ്പിലാക്കാനുള്ളതല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ് നേതാക്കന്മാർ. അപ്പോൾ തന്നെ ആ മാനിഫെസ്റ്റോ പകുതി പരാജയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഈ കേരളത്തിൽ പോലും ഇപ്പോൾ എന്താണ്, ഈ യാത്രയിൽ പോലും എന്താണ് ഭാവി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ, ഭാവി കേരളത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഭാവി കേരളത്തെ സംബന്ധിച്ചിട്ടുള്ള ഓരോരോ മേഖലയിലെയും തങ്ങളുടെ കാഴ്ചപ്പാട് എന്നൊരു അഭിപ്രായം പോലും മുന്നോട്ട് വെക്കാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല. കേവല അധികാരം നേടിയെടുക്കുക, കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൽ നിന്ന് പുറത്തിരുന്നതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി പണം
തട്ടിയെടുക്കാൻ, ജനങ്ങളുടെ പണം ദൂർത്തടിക്കാൻ വേണ്ടി കഴിയാത്തതിൻ്റെ ജാള്യതയും അതിൻ്റെ വേദനയും ആ വേദനയിൽ നിന്ന് വരുന്ന നിരാശയിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങളും ആ പരാമർശങ്ങളുടെ ഭാഗമായിട്ടുള്ള ജനകീയ പ്രതികരണങ്ങളുണ്ടാകും. ജനകീയ പ്രതികരണങ്ങൾ സ്വാഭാവികമായിട്ടും ഇനിയും ശക്തമായി വരുമെന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയും ജനവിരുദ്ധ അഭിപ്രായങ്ങളുമായി ഇവർ വരും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യത്തിൽ മാത്രമല്ല, എന്തിൻ്റെയൊക്കെ കാര്യത്തിൽ വന്നു. സെമി ഹൈസ്പീഡ് റെയിൽവേ, റെയിൽവേയുമായി ബന്ധപ്പെട്ട് കുറ്റി പറിച്ചെറിഞ്ഞവരാണ് ഇവർ. കള്ളാടി മേപ്പാടി തുരങ്കപാത അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവരാണ് ഇവർ. ദേശീയപാത വികസനം അതിനെക്കുറിച്ച് വിരുദ്ധമായ അഭിപ്രായവും അതിനെതിരെ സമരവും നടത്തിയവരാണ്. അത് നിർത്തിപ്പോയവരാണ് UDF കാലം. അതിന് പുറമെയാണ് ഗെയിൽ പൈപ്പ് ലൈൻ. അങ്ങനെ എല്ലാ വിധത്തിലും കേരളത്തിൻ്റെ വികസന പരിപ്രേക്ഷ്യം പൂർണ്ണമായും തകർത്തെറിഞ്ഞിട്ടുള്ള ഒരു നിലപാടുള്ളവർക്ക് എന്താണ് കേരളം, എങ്ങനെ കേരളം മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല. എന്നാൽ കേരളത്തിൽ LDF ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? LDF വിഷൻ 2031 എന്ന അഭിപ്രായവുമായി ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലുമുള്ള പ്രഗത്ഭരെയും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഭാവിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങളോട്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസവും ജനങ്ങൾ നേരിട്ട് കാണുകയാണ്. ഈ രണ്ട് ബദലും ജനങ്ങൾ നേരിട്ട് കാണുകയാണ്. തീർച്ചയായും ആ ബദൽ, സോഷ്യലിസം ഇസ് ദ ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് പോലെ, ആ ബദൽ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നു. അത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, 3.25 കോടി ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അതല്ലാത്ത UDF നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കളയുമെന്നും ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ കേരളത്തിലെ ഓരോരോ വിദ്യാർത്ഥിയും അല്ലെങ്കിൽ ഓരോരോ മാതാപിതാവും ഈ കേരളത്തിലെ ഓരോ സാധാരണക്കാരനും കേട്ടതാണ്. അത് കൂടുതൽ അവരുടെ ഹൃദയത്തിൽ തറയ്ക്കുന്നതാണ്. അവരുടെ ജീവിതത്തെ വീണ്ടും ദുസ്സഹമാക്കുന്ന, അവരെ വീണ്ടും ഇരുട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുന്ന, ലോങ് ഷെഡിങ്ങിൻ്റെ കാലത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുപോകുമെന്ന് ഓർമ്മിപ്പിക്കുന്ന, ലൈഫ് പദ്ധതിയെ റദ്ദ് ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്ന, ആർദ്രം പദ്ധതിയെ ഇല്ലാതാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന ഈ UDFനെ ജനങ്ങൾ കൈവിടുമെന്നുള്ളത് 100% ഉറപ്പാണ്.